അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും കുഴിച്ചുമൂടുന്ന ഒന്നാണ് മരണമെന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മരണം വളരെ വിഷമിപ്പിക്കുന്ന മരണമായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്ന അവരുടെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ബാക്കി വെച്ചിട്ടാണ് ഇരുവരും മരണപ്പെട്ടു പോയത്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം നിശ്ചയിച്ചിട്ട് ദിവസങ്ങളാകുമ്പോഴാണ് സുബീഖ് എന്ന് പറയപ്പെടുന്ന യുവാവ് മരണപ്പെട്ടു പോയത്. അതുപോലെ തന്നെയാണ് വാർഷിക അവധിയുടെ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹമുണ്ടായിരുന്നതായ അഹമ്മദ് റിഷാൽ എന്ന് പറയപ്പെടുന്ന ഒരു യുവാവാണ് ദുബൈയിൽ വെച്ച് മരണപ്പെട്ടു പോയത്. ഇങ്ങനെ ഓരോ മരണങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടന്നത്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തില് വലിയ ഒരു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 25 വയസ്സുകാരനായ സുബീഖ് എന്ന് പറയപ്പെടുന്ന യുവാവിനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയതായ സുബീഖ് അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് MC റോഡ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്ത് വെച്ച് സുബീഖ് വാഹന അപകടത്തിൽ മരണപ്പെടുന്നത്. പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴാണ് സുബീഖിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏത് വാഹനമാണ് ഇടിച്ചതെന്നറിയില്ല. സുബീഖിന്റെ ബൈക്ക് അതേ സ്ഥലത്ത് മറിഞ്ഞു വീണിരുന്നു. എപ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ല. സുബീഖിന്റെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു ചെറിയ വാഹന അപകടത്തിൽ പെട്ട് സുബീഖ് എന്ന് പറയപ്പെടുന്ന 25 വയസ്സുകാരനായ ആ ഒരു യുവാവ് മരണപ്പെട്ടു പോയത്. താജുദ്ദീൻ എന്ന് പറയപ്പെടുന്ന വാപ്പയുടെ മകനാണ്. ഒരു യുവാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. അത് സുന്നത്തായ കാര്യം കൂടിയാണ്. പ്രവാചകൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സുന്നത്തായ കാര്യങ്ങളിലേക്ക് ദിനങ്ങൾ ബാക്കിയുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ വിളിക്ക് പെട്ടെന്ന് ഉത്തരം നൽകുകയും ചെയ്തത്. അള്ളാഹു സുബീഖ് എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെയാണ് കാസർഗോഡ് സ്വദേശിയായ അഹമ്മദ് റിഷാൽ എന്ന് പറയപ്പെടുന്ന ഒരു യുവാവ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദുബൈയിൽ വെച്ച് മരണപ്പെട്ടു പോയത്. ഒരു ചെറിയ പനി വന്ന് അത് ശക്തമാവുകയും ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഷാഫി ഫസീല എന്ന് പറയപ്പെടുന്ന ദമ്പതികളുടെ മകനാണ് അഹമ്മദ് റിഷാൽ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം കറാമ അൽ അഖ്തർ സെന്റർ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം വാർഷിക അവധിയിൽ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹത്തോടെ കാത്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷേ ആ ഒരു ആഗ്രഹത്തിന് ഈ ദുനിയാവിൽ തന്നെ ബാക്കി വെച്ച് അള്ളാഹുവിലേക്ക് ആ മനുഷ്യൻ ഉത്തരം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു മരണപ്പെട്ടു പോയ ആ റിഷാലും അതേപോലെ സുബീഖ് അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് വലിയ ഒരു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഓരോ മരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആഗ്രഹമൊക്കെ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. നല്ല സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല ദിവസങ്ങളിൽ നമ്മുടെ മരണമാക്കി മാറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.